നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ രാജുവിനെ സഹായത്തിന് വിളിച്ചതും റിസ്ക് എടുത്തതും എനിക്ക് അച്ഛന്റെ മുന്നിൽ സൽപ്പേര് വാങ്ങാനല്ല, സാനിയുടെ വിവാഹം നന്നായി നടക്കാന്, അതിനു വേണ്ടി മാത്രം. രാജു പൊയ്ക്കോളൂ, എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഈ തമാശക്കളിയൊക്കെ ഒന്ന് മാറി അവനൊന്ന് ഡിസിപ്ലിൻ ആകാനും ഈ ഉത്തരവാദിത്തം അവനെ സഹായിക്കും. അത് വേണോ ചേച്ചി? നമ്മുടെ ബിസിനസ്സുകളിൽ ഏറ്റവും ലാഭകരമായി പോകുന്നതാണ് കോയമ്പത്തൂരിലെ ഫാക്ടറി. ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും ഏൽപ്പിക്കുന്നതല്ല എന്റെ ശരി. ദീപക് ആദ്യം ഫാക്ടറി വിസിറ്റ് ഒക്കെ നടത്തി അവിടെ കുറച്ചൊന്ന് ജോലി ചെയ്യട്ടെ. എല്ലാം കണ്ടു പഠിച്ചതിന് ശേഷം തലപ്പത്തിരുന്നാലേ ഏത് ബിസിനസ് ചെയ്താലും സക്സസ് ആവുകയുള്ളൂ. എന്റെ മോനെ ഫാക്ടറിയിൽ ജോലിക്കാരനായിട്ട് നിർത്തണമെന്നാണോ നീ പറയുന്നേ? ചേച്ചി, ഈ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അസിസ്റ്റന്റ് മാനേജറോ അക്കൗണ്ടന്റോ ഒക്കെയാണ്. അതത്ര കുറച്ചിലുള്ള പോസ്റ്റിംഗ് ആണ്. പ്രതാപ, എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടേ നോക്കി നടത്താൻ വേണ്ടി തലപ്പത്തിരിക്കാവൂ എന്നൊന്നുമില്ല. ആ, ഇപ്പൊ കാലം മാറി. ജോലി ചെയ്യാൻ അവന്റെ കീഴെ ഒരുപാട് ആളുകൾ കാണില്ലേ? അവനൊരു വിശ്വസ്തനായ നടത്തിപ്പുകാരനായി ഇരുന്നു കൊടുത്താ പോരെ? നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഫാക്ടറി അവനെ ഏൽപ്പിച്ചിട്ട് നീ സമാധാനായിട്ടിരിക്കേ. രാജു, നിന്നെ പ്രതാപേട്ട അന്വേഷിക്കുന്നുണ്ട്. അല്ല, പ്രതീക മേഡം എവിടെ? റൂമിലാണെന്ന് തോന്നുന്നു. പൂജ കഴിയുന്നവരെ പുറത്തേക്ക് വരരുതെന്നാ പ്രതാപേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അയ്യോ രാജു, നീ അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പൂജയ്ക്ക് വിളിച്ചുകൊണ്ട് വരണം. ഞാൻ ശ്രമിക്കാം ചേച്ചി. ഞാൻ ആദ്യം സാറിനൊന്ന് കാണാം. സർ. രാജു, നീ എന്തായാലും കൃത്യസമയത്താ വന്നത്. ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു. എന്താ സർ കാര്യം? നമ്മുടെ കോയമ്പത്തൂരിലെ ഫാക്ടറിയുടെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏൽപ്പിക്കണം. എന്റെ തിരക്കുകൾ നിനക്ക് അറിയാവുന്നതല്ലേ? ദീപകിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ മതി, അവൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളുന്ന ചേച്ചി പറയുന്നത്. എന്താ രാജു നിന്റെ അഭിപ്രായം? അയ്യോ, സാറിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഇതൊക്കെ സാറ് തീരുമാനിക്കുന്നില്ല അതിന്റെ ശരി. ഇത് ഒഫീഷ്യൽ കാര്യമാണ്, എന്നാ കുടുംബകാര്യമാണ്. ആ, അത് രാജു പറഞ്ഞതാ ശരി. അതിലൊക്കെ എന്തിരിക്കുന്നു രാജു? നീ നിന്റെ അഭിപ്രായം പറയ. കുടുംബകാര്യത്തിലൊക്കെ അഭിപ്രായം പറയാൻ മാത്രം ഞാൻ ആരാ സർ? അതെന്താ രാജു നീ അങ്ങനെ പറഞ്ഞത്? എന്റെ മനസ്സിൽ നീയും ഈ കുടുംബത്തിലൊരു അംഗമാണ്. എന്റെ PA എന്ന നിലയിലല്ല, എന്റെ ഒരു അനിയനായി കണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത്. നീ ഒരു അഭിപ്രായം പറഞ്ഞ അത് ഏറ്റവും ഉചിതമായിരിക്കുന്നു എനിക്ക് വിശ്വാസമുണ്ട്. പറ രാജു, നീ നിന്റെ അഭിപ്രായം എന്താന്ന് വെച്ചാ പറ. പ്രതാപൻ ഇത്രയും നിന്നെ നിർബന്ധിക്കുന്നതല്ലേ? നീ പറയുന്നതായിരിക്കും എന്റെ തീരുമാനം. കോയമ്പത്തൂരിലെ ഫാക്ടറി വളരെ നല്ല ലാഭത്തിലാണ് പോകുന്നത്. നല്ല അനുഭവ സമ്പത്തുള്ള ഒരാൾക്ക് ആ ഫാക്ടറി ലോസ് ഇല്ലാതെ മുന്നോട്ട് റൺ ചെയ്യാൻ പറ്റും. നമ്മുടെ പെരുമ്പാവൂരിലെ മില്ലുകൾ നഷ്ടത്തിലായ സമയത്ത് ശേഖരൻ സാറാണ് അത് ഏറ്റു നടത്തി ലാഭത്തിൽ കൊണ്ടുവന്നത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഫാക്ടറിയുടെ ചുമതലയും ശേഖരൻ സാറിനെ ഏൽപ്പിക്കുന്നതാണ് ഉചിതം. ശേഖരൻ സാറിന്റെ അനുഭവ സമ്പത്ത് കോയമ്പത്തൂരിലെ ബിസിനസിന് ഏറെ ഗുണം ചെയ്യും. സർ, ഇത് എന്റെ അഭിപ്രായം മാത്രം. സാറിന് ഉചിതമായ തീരുമാനം എടുക്കാം. നീ പറഞ്ഞതിലും കാര്യമുണ്ട് രാജു. ശേഖര,
ഫാക്ടറിയുടെ ഉത്തരവാദിത്തം നീ ഏറ്റെടുത്ത് നടത്തണം. അതാ നല്ലത്. ശരി ഏട്ടാ. അല്ല പ്രതാപ, ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? ഇനി ഇതിൽ ആലോചിക്കാൻ ഒന്നുമില്ല ചേച്ചി. രാജു പറഞ്ഞതാണ് എന്റെ തീരുമാനം. കോയമ്പത്തൂരിലെ ഫാക്ടറിയുടെ കാര്യങ്ങൾ ഇനി മുതൽ ശേഖരൻ നോക്കി നടത്തട്ടെ. സാനിയാണല്ലോ. ഹലോ മോളെ. ആ അമ്മേ, പൂജ തുടങ്ങിയോ? ഇല്ല മോളെ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അമ്മേ, ഞാനെന്നാ ഞാൻ മുന്നിൽ. വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. ആ പറ മോളെ. അഖിലിന്റെ റിലേറ്റീവ്സ് ആയ ശ്രീകലയാന്റിയും പരമേശ്വരങ്ങളും അമേരിക്കയിൽ നിന്ന് കേരളത്തിലെത്തിയിട്ടുണ്ട്. അവർക്ക് ഞങ്ങളുടെ വിവാഹത്തിന് വരാനാവാത്തതുകൊണ്ട് അവര് ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അവരിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് പൂജയിൽ പങ്കെടുക്കാൻ. ശരി മോളെ, അവര് വന്നോട്ടെ. ശരി. പൂജയിൽ പങ്കെടുക്കാനേ 2 ഗസ്റ്റുകളുണ്ട്. അഖിലിന്റെ ബന്ധുക്കളാ. ഓ, വന്നോട്ടെ. നല്ല കാര്യമല്ലേ? മാഡം ഇവിടെ വന്നേക്കായിരുന്നോ? മാഡം കരയാണോ? എന്താ മാഡം, എന്താ പറ്റി? ഒന്നുമില്ല രാജു. മാഡം, എനിക്ക് മാഡത്തിന്റെ വിഷമം മനസ്സിലാവും. പക്ഷേ രാജുവിനെ ആശ്വസിപ്പിക്കാൻ വന്നതാണോ? അങ്ങനെയാണെങ്കിൽ വേണ്ട രാജു. എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കണം. രാജു പൊയ്ക്കോ. ഋതിക മാഡത്തിന് വർമ്മ സാറിന്റെ സ്വഭാവം അറിയാലോ. എല്ലാം അറിഞ്ഞുകൊണ്ട് മാഡം എന്തിനാ ഇങ്ങനെ വെറുതെ വിഷമിക്കുന്നത്? സാനിയ മാഡത്തിന്റെ വിവാഹം നടന്നത് മാഡത്തിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. മാഡം, ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ്. നമ്മൾ എത്രയൊക്കെ നല്ലത് ചെയ്താലും അത് ആർക്കും മനസ്സിലാവില്ല. പക്ഷെ നാളുകൾ നമ്മൾ ചെയ്തതിന്റെ ഫലം നമുക്ക് തരും. സാനിയ മാഡത്തിന്റെ വിവാഹം നടന്നതിന്റെ പിന്നില് മാഡം മാത്രമാണെന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ല അറിയൂ. എനിക്ക് എല്ലാം വർമ്മ സാറിനോട് തുറന്ന് പറയണമെന്നുണ്ട്. മാഡം വാ, ഞാൻ വർമ്മ സാറിനോട് നടന്നെല്ലാം തുറന്നു പറയാം. അങ്ങനെയെങ്കിലും സാറിന് മാഡത്തിനോടുള്ള ദേഷ്യം മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ. വേണ്ട രാജു, അത് വേണ്ട. ഞാൻ രാജുവിനെ സഹായത്തിന് വിളിച്ചതും റിസ്ക് എടുത്തതും എനിക്ക് അച്ഛന്റെ മുന്നിൽ സൽപ്പേര് വാങ്ങാനല്ല. സാനിയയുടെ വിവാഹം നന്നായി നടക്കാന്. അതിനു വേണ്ടി മാത്രം. രാജു പൊയ്ക്കോളൂ. എനിക്ക് അച്ഛനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. ഇല്ല മാഡം, മാഡം പൂജയ്ക്ക് വരണം. സാനിയ മാഡത്തിന്റെ വിവാഹം നടക്കാനുള്ള ഒരേ ഒരു കാരണം മാഡത്തിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.